ഈ SFI അന്വേഷണം നടത്തി ഇതിനകത്ത് കുഴപ്പം കണ്ടുപിടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് റിപ്പോർട്ട് കൊടുക്കണം. ഇതുപോലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ അവിടെ ഇരിപ്പില്ലേ? അതെല്ലാം മേശയ്ക്കടിയിലോട്ട് എടുത്ത് തള്ളും, പൊടി പിടിച്ച് അവിടെ കിടക്കും. ഇതെന്തെങ്കിലും വെളി വരുമോ? ഗവൺമെൻറ്റിന്, ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിന് തോന്നുകയാണ് അതായത് ഇത് സീരിയസ് ഫ്രോഡ് തന്നെ ഇതിനകത്തുണ്ട്, ഇതിനകത്ത് നടപടി എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം, പ്രോസിക്യൂഷൻ സ്റ്റെപ്സ് വേണം എന്ന് തോന്നിയാൽ മാത്രമേ ഈ പ്രോസിക്യൂഷൻ വരുള്ളൂ. അതുകൊണ്ട് ഇത് ചാർജ് ഷീറ്റല്ല. SFIയുടെ അന്വേഷണം നടത്തി കൊടുക്കുന്ന ഒരിക്കലും ഒരു ചാർജ് ഷീറ്റ് ആവത്തില്ല, കുറ്റപത്രമല്ല. അതിലൊന്നും നടപടിയെടുക്കാനും പറ്റത്തില്ല. അത് നടപടിയെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവർക്ക് തോന്നണം ഇത് പ്രോസിക്യൂഷൻ വേണം. ഇവർക്ക് തോന്നിയില്ലെങ്കിലോ? ഇങ്ങനെ തോന്നാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും എതിരെ ഒന്നും തോന്നുകയല്ല. പിണറായി വിജയനെതിരെ ഒരു കാരണവശാലും തോന്നും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കണ്ടേക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അദ്ദേഹമായിട്ടുള്ള ആ ഡീലിങ്സിൽ അങ്ങനെയാണ്. ഇതൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലായിട്ട് ഇതങ്ങ് മാറും. അപ്പം ഇലക്ഷൻ വന്നപ്പോൾ ഒന്ന് ഒതുക്കാൻ ഒരു മാർഗം കണ്ടുപിടിച്ചതാണ് ഇങ്ങോട്ട് വരുന്നു സീരിയസ് ഫ്രോഡ്. ഈ സീരിയസ് ഫ്രോഡ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് ഇടപാടുണ്ട്. അത് കാരണം എന്താ, ഇത് പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും വലിയ താല്പര്യമില്ല, ഭരണപക്ഷത്തിരിക്കുന്നവർക്കും താല്പര്യമില്ല. ഇവർക്കിത് രണ്ട് കൂട്ടർക്കും ഒതുക്കണം. കാരണം എന്താ, ഇവിടെ ഇപ്പം MLA ആയിരിക്കുന്നവർ ഇത് പണം വാങ്ങിയാൽ അവരുടെ ഒഫീഷ്യൽ പൊസിഷൻ മിസ്യൂസ് ചെയ്തതാണ്. ഫോർ ഫേവേഴ്സ് റിസീവ്ഡ്, അതാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുത്തതാണ് എന്ന് പറയുന്നത് ഒരിക്കലും മുഖവിലയ്ക്ക് പോലും എടുക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന പണമാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 80GGB അനുസരിച്ച് അതിന് എക്സംഷൻ ഉള്ളതാണ്, ഇൻകം ടാക്സ്. അപ്പോൾ ആ എക്സംഷൻ ചോദിക്കാതെ ഇത് രഹസ്യമായിട്ട് തുണ്ടുപറഞ്ഞാൽ എഴുതിച്ച് പണം കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഡൊണേഷൻ അല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന തുക അതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന തുകയായിരുന്നു എന്നുണ്ടെങ്കിൽ കർത്തായ്ക്ക് ഇതിന് നേരെ ആദ്യമേ എക്സംഷൻ ചോദിച്ച് കൊടുക്കാന്നാണ്ട് എന്നാ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത്ര കൊടുത്തു, കോൺഗ്രസിന് ഇത്ര കൊടുത്തു, ലീഗിന് ഇത്ര കൊടുത്തു, CPM ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. ഇതത് പറ്റത്തില്ല, ഇതങ്ങനെ പറ്റത്തില്ല. ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി വാങ്ങി എന്ന് പലരും പറയും. പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ പോരാ, ആ പാർട്ടിക്ക് വേണ്ടിയാണത് വാങ്ങിയെന്നുള്ളതിൻ്റെ തെളിവ് ആരാക്കേണ്ട ഗതികേട് വരും. അപ്പോൾ ഇതിനകത്ത് ആർക്കും വലിയ താല്പര്യം വരത്തില്ല. സീരിയസ് ഫ്രോഡ് അന്വേഷിച്ച് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ട്രാൻസാക്ഷൻ, ഈ 135 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷത്തെ കാര്യമാണ്. ഇതേപോലെ കേരളത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളും കൂട്ടുനിൽക്കുക എന്നുള്ള ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പക്ഷേ അത്രത്തോളം വൃത്തികേടുകൾ എല്ലാവരും ഉള്ളതോടൊപ്പം തന്നെ നമ്മൾ കണക്കാക്കേണ്ടത് ഇത് എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. SFIO അന്വേഷിക്കും. SFIO അന്വേഷിച്ചാൽ എന്താണ്, അതായത് എന്നത്തെ പോലെ സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, നമ്മളെല്ലാം ഇങ്ങനെ കാലം കഴിഞ്ഞു പോകും, അതേ ഉള്ളൂ. അല്ലാതെ ഒന്നും സംഭവിക്കുന്നത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പിന്നെ അതിനകത്ത് ശ്രീമതി വീണയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്താൽ എന്താ, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താ, ഹായരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള പവർ അവർക്കുണ്ട്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. അവർക്ക് സെർച്ച് നടത്താം, നിയമാനുള്ള സെർച്ച് അവർക്ക് നടത്താം, അതിനുള്ള അധികാരമുണ്ട് അവർക്ക്, അറസ്റ്റിനുള്ള അധികാരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ അറസ്റ്റ് ചെയ്താൽ ഇവരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല ഇതെന്താ കാര്യം. കാരണം ഇതിലും പവർ കൂടുതൽ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന ഏജൻസി ആയിരുന്നു എൻഫോഴ്സ്മെൻറ്റ്. കാരണം മണി ലോണ്ടറിങ് അന്വേഷിക്കാൻ പറ്റുന്ന ഒരേ ഏജൻസി അവരാണ്. മണി ലോണ്ടറിങ് ഇതിനകത്തുണ്ട്, അതിനോടൊപ്പം PC ആക്ട് ഉണ്ട്. CBIക്ക് അന്വേഷിക്കാമായിരുന്നു. കാരണം സെൻട്രൽ ഫണ്ട് വരുമ്പോൾ ഇതിലേക്ക് വരുമ്പോൾ CBIക്ക് ഇതിനകത്ത് ഉറപ്പായിട്ട് അന്വേഷിക്കാം. പക്ഷെ അന്വേഷിക്കുമോ? ഇവിടെ ഒന്നുമില്ല. CBI അന്വേഷിച്ചാൽ CBI കോടതിയിൽ ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBIയുടേതായിട്ടുള്ള ചാർജ് വരും. അത് നേരെ കൊടുത്ത് സ്പെഷ്യൽ കോർട്ട്, CBI സ്പെഷ്യൽ കോർട്ടിലേക്ക് ട്രയൽ പോകും. പക്ഷേ ഇത് അങ്ങനൊന്നും പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം എന്താ, അങ്ങനെ ഒരു അന്വേഷണം ഇല്ല. ED ആണെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ അന്വേഷിക്കുന്ന കോടതി, എക്കണോമിക് ഒഫൻസസ് ഡീൽ ചെയ്യുന്ന കോടതി, ആ കോടതിയിലേക്ക് ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള കോടതിയാണ്. ആ കോടതിയിലേക്ക് ഈ ട്രയൽ പോയനെ അവിടെ ചാർജ് കൊടുക്കും. ഇത് ആർക്കാ ചാർജ് കൊടുക്കുന്നത്? SFIയുടെ ചാർജ് എന്ന് പറയുന്നത് ചാർജ് അല്ല, ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കൊടുക്കും. അത് അവർ കൂടി ആലോചിച്ച് അവർക്ക് തീരുമാനമെടുക്കാം ഇതിനകത്ത് പ്രോസിക്യൂഷൻ നടപടി വേണമെന്ന് കണ്ടാൽ മാത്രമേ പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഒക്കുള്ളൂ.
അല്ലെങ്കിൽ ഒന്നും പറ്റുകയില്ല. ഇതാണ് കാരണം. ഇപ്പോൾ ഇതിനകത്ത് മിസ്കോണ്ടക്റ്റ്, അതായത് ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ 13 PC ആക്ടിൻ്റെ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 13 അനുസരിച്ചുള്ള ഒഫൻസ് ഇതിലുണ്ട്, ഉറപ്പാണ്, അതുണ്ട്. അതോടൊപ്പം അതിന് സെക്ഷൻ 34 ഇട്ടാൽ ശ്രീമതി വീണയെ അധിപ്രതിയാവും. അത് വ്യത്യാസമൊന്നുമില്ല. ട്രയൽ ഫേസ് ചെയ്തേ ഒക്കുള്ളൂ. ആ PC ആക്ട് അനുസരിച്ചുള്ള വലിയ ഗുരുതരമായ ഒഫൻസാണ്. അതിൽ നിന്ന് ഊരിപ്പാനത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇനി അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. അതുകൊണ്ട് ഈ കടമ്പകളെല്ലാം കടന്നു പോവും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല.